നമസ്കാരം. ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ സംയുക്ത സായുധാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സുരക്ഷാ സമവാക്യങ്ങളെ പിടിച്ചുലച്ച സംഭവമായിരുന്നു. ഇറാൻ ഇസ്രയേൽ വൈരുദ്ധ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവം ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള കടന്നുകയറ്റമായാണ് പലരും വിലയിരുത്തിയത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഖമേനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് സജീവമായി തുടരുന്നതും അതിലൂടെ ഇസ്രയേലിനെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നതും. ഇസ്രയേൽ വലിയ തെറ്റ് ചെയ്തുവെന്നും അതിന്റെ ഭരണകൂടം ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്ന സന്ദേശം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. സയനിസ്റ്റ് ഭരണം വലിയ തെറ്റ് ചെയ്തു, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭരണകൂടത്തെ നിരാശപ്പെടുത്തുമെന്ന് പോസ്റ്റിൽ പറയും. പോസ്റ്റിലെ ചിത്രം 3 പാനലുകളുള്ള ഒരു കൊളാഷാണ്. ഇത് ഇറാന്റെ മിസൈൽ ശക്തിയെ പ്രതിനിധീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ആദ്യ പാനലിൽ ഭീമാകാരമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ വലിയ തീജ്വാലകളോടെ വിക്ഷേപിക്കുന്നു. രാത്രിയിൽ ശത്രു നഗരത്തിൽ മിസൈലുകൾ പതിക്കുന്നതായി കാണാം. മധ്യ പാനലിൽ മരുഭൂമിയിൽ ഒരു മൊബൈൽ ലോഞ്ചറിലുള്ള ഇറാനിയൻ മിസൈൽ. സൈനികർ ഇറാനിയൻ പതാക വീശുന്നു. താഴത്തെ പാനലിൽ വെളുത്ത ലാബ് കോട്ട് ധരിച്ച ശാസ്ത്രജ്ഞർ ഒരു ഹൈടെക് മിസൈൽ നിർമ്മാണ അല്ലെങ്കിൽ അസംബ്ലി ഫെസിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ചിത്രീകരിക്കുന്നു. ഖമേനിയുടെ മരണശേഷം അക്കൗണ്ട് ബയോ ഇസ്ലാമിക വിപ്ലവത്തിന്റെ രക്തസാക്ഷി നേതാവ് എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. മരിച്ച ഒരു വ്യക്തി നമ്മെ ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ പരിചയപ്പെടുത്തുന്നു. മരിച്ചതിനു ശേഷമുള്ള ഖമേനിയെ ജീവിച്ചിരുന്നതിനേക്കാൾ കടുപ്പക്കാരനായി തോന്നുന്നു. മണ്ണിനടിയിലേക്ക് മടങ്ങിപ്പോകൂ തുടങ്ങിയ പരിഹാസ പ്രതികരണങ്ങൾ പോസ്റ്റിന് ലഭിച്ചു. ചിലർ പോസ്റ്റിനെ അഭിനന്ദിച്ചു. ഒരാൾ എഴുതിയത് ലോകം മുഴുവൻ ഇറാനോടൊപ്പം നിൽക്കുന്നു എന്നും മറ്റൊരു ഉപയോക്താവ് ഇറാനിയൻ പതാക അണിഞ്ഞ ഒരു സിംഹത്തിന്റെ AI നിർമ്മിത ചിത്രം പോസ്റ്റ് ചെയ്തു എന്നും US-ന്റെയും ഇസ്രയേലിന്റെയും പതാകകളാൽ പൊതിഞ്ഞ 2 കഴുതപ്പുലികളെ ആ സിംഹം വേട്ടയാടുന്നതായാണ് രൂപകൽപ്പന. ഇതൊരു സാധാരണ ആക്രമണമാണെന്ന് അവർ കരുതി. ഇപ്പോൾ ഇറാനെ കുറച്ചു കാണുന്നതിന്റെ വില അവർ അറിയും. ഇങ്ങനെ പോകുന്നു പ്രതികരണം. ഇത് സാധാരണ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണം എന്നതിലുപരി ഇറാന്റെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് പലരും വിലയിരുത്തുന്നത്. നേതാവിന്റെ മരണ വാർത്തയ്ക്കു ശേഷവും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രതീകാത്മക രാഷ്ട്രീയ നീക്കമായി വേണം വിലയിരുത്താൻ. അതിലൂടെ ഇറാൻ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് അവരുടെ പ്രതിരോധ ശേഷിയും ഭരണകൂടത്തിന്റെ തുടർച്ചയും മാത്രമല്ല, ധൈര്യവും കെട്ടുപോയിട്ടില്ല എന്നു തന്നെയാണ്. ശത്രുക്കൾക്ക് ഭീഷണി ഉണ്ടാക്കുകയും സ്വന്തം ആഭ്യന്തര പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം സന്ദേശങ്ങളുടെ ലക്ഷ്യം. സോഷ്യൽ മീഡിയ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ ആയുധമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പോസ്റ്റുകൾ സാധാരണ പ്രചരണ രീതികളെക്കാൾ വേഗത്തിൽ ലോകമെമ്പാടും വ്യാപിക്കുന്നു. അതിനാൽ ഖമേനിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മുന്നറിയിപ്പ് വെറും പ്രതികരണമല്ല, മറിച്ച് ഇറാൻ തന്റെ നിലപാട് ലോകത്തിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് എന്നതിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സന്ദേശങ്ങൾ യുദ്ധരംഗത്തെ തോക്കുകളും മിസൈലുകളും പോലെ തന്നെ തന്ത്രപരമായ ഉപാധിയായി മാറിയിരിക്കുന്ന കാലമാണിത്. രാഷ്ട്രീയ നേതാക്കളുടെ ഔദ്യോഗിക അക്കൗണ്ടുകൾ പലപ്പോഴും രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടിന്റെ പ്രതീകമായി പ്രവർത്തിക്കുന്നു. അതിനാൽ ഖമേനിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പ് ഇറാന്റെ ക്ഷയിച്ചു പോകാത്ത പ്രതികാര രാഷ്ട്രീയത്തിന്റെയും പ്രാദേശിക ശക്തി സമവാക്യങ്ങളുടെയും സൂചനയായി വായിക്കപ്പെടുന്നു. ഈ സംഭവ വികാസം മിഡിൽ ഈസ്റ്റിലെ സംഘർഷ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇറാൻ നേരിട്ടുള്ള സൈനിക പ്രതികരണം മാത്രമല്ല, സൈബർ യുദ്ധവും ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു സമീപനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകും. അതിനാൽ ഖമേനിയുടെ അക്കൗണ്ടിലെ ഈ സന്ദേശം വെറുമൊരു പോസ്റ്റ് മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിഫലനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു തന്ത്രപരമായ നീക്കമായി കാണേണ്ടതുണ്ട്.